ഞാൻ വിൽസൺ വർഗീസ്. ഞാനിപ്പോൾ ഉള്ളത് വാട്ടർഫോർഡ് ക്രിസ്റ്റലിലാണ്. അപ്പോൾ സ്വിം വിത്ത് നേച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ടർഫോർഡ് ക്രിസ്റ്റലിൻ്റെ കാഴ്ചകളാണ് ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർഫോർഡ് ടൗണിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ വീഡിയോ പോയി കാണണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ആ കാണുന്നതാണ് വാട്ടർഫോർഡ് ക്രിസ്റ്റൽ. ഫാക്ടറിയും ഔട്ട്ലെറ്റും ഒക്കെ അതിനകത്ത് തന്നെയാണ്. അതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണിത്. ഇതാണ് വാട്ടർഫോർഡ് ക്രിസ്റ്റലിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഫാക്ടറി ടൂർ ആരംഭിക്കാനായിട്ട്. നമ്മളിതിനകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വിവരിച്ച് തരാനായിട്ട് ഇവിടെ ഒരു സ്റ്റാഫുണ്ട്. Welcome to the House of Waterford Crystal. I'm sure they told you at reception that it's a self-guided experience through the factory. Just in this area, I give you a little bit of history, then you go into the factory and you meet the stewards at every stage. In 1783, we were founded here by George and William Penrose. They were merchants here in the city and they didn't have any experience of crystal making, but they saw the opportunity, seized that opportunity and set up a crystal factory. നമ്മളിനി കാണാൻ പോകുന്നത് ഒരു ഓഡിയോ വിഷ്വലാണ്. അയർലൻഡിൽ പണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ട്രഡീഷണൽ ക്രാഫ്റ്റിനെ കുറിച്ചിട്ടും അയർലൻഡിലെ ബ്യൂട്ടിഫുള്ളായ സീനറിയെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. This is where we have some of our trophy pieces. Now the lights only stay on for a very short time in here. You'll see more trophy pieces as you go back into the showrooms. നമ്മൾ ഫാക്ടറിക്കകത്തേക്ക് കടന്നിട്ടുണ്ട്. നമുക്കിതിനെക്കുറിച്ചൊക്കെ വിവരിച്ചു തരാനായിട്ട് ഒരു സ്റ്റാഫ് വരുമെന്നാണ് ഇവിടെ പറഞ്ഞത്. Stewards in each area.
നമ്മൾ ഫാക്ടറിക്കകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മോൾഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്നത്. ഇവിടെ പലതരത്തിലുള്ള മോൾഡുകൾ ഇരിക്കുന്നത് കാണാം, വുഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മോൾഡുകൾ. ഇവരിവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ മോൾഡുകളൊക്കെ ഉപയോഗിക്കുന്നത് 7 ദിവസം മുതൽ 10 ദിവസം വരെ ഇത് ഉപയോഗിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ആണെന്ന് പറയുന്നത്. ശരിയായിരിക്കാം. ഈ മോൾഡ് വളരെ ഹീറ്റായിട്ടുള്ള, ഈ ക്രിസ്റ്റൽ വളരെ ഹീറ്റായിട്ട് ഉള്ള ഇതിലാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ മോൾഡ് അധികം യൂസ് ചെയ്യാൻ പറ്റാത്തത്. മോൾഡ് അത് കഴിഞ്ഞാൽ അവർ ഉപേക്ഷിക്കുന്നതാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ബ്ലോയിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ബ്ലോയിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റലിനെ പഴിപ്പിച്ചിട്ട് അവർ ഊതി അതിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നതിനെയാണ് ഈ ബ്ലോയിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആ കാണുന്ന ഫർണസുകളിൽ വെച്ചിട്ടാണ് ഈ ക്രിസ്റ്റൽ ചൂടാക്കി എടുക്കുന്നത്. ചൂടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1400 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ചൂട്. അതായത് നമ്മുടെ ബോയിൽ വാട്ടറിനെക്കാട്ടിലൊരു 13 മടങ്ങ് ചൂട് കൂടുതലാണ് ആ ഫർണസുകൾക്കുള്ളത്. ഈ കാണുന്നത് ക്രിസ്റ്റൽ ചൂടാക്കി കൊണ്ടുവന്നിട്ട് അവർ ഇത് ഈ മോൾഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നതാണ് ഈ കാണുന്നത്. അത് ക്രിസ്റ്റൽ ചൂടാക്കി വരുമ്പോൾ തന്നെ അത് ബ്രൈറ്റ് ഓറഞ്ച് കളറിലായിരിക്കും. അത് കൂളായി വരുമ്പോഴാണ് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കാണാം ആ ഫർണസിൽ വെച്ചിട്ട് ക്രിസ്റ്റൽ ചൂടാക്കി എടുക്കുന്നതാണ് ആ കാണുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ലിത്താർച്ച്, പൊട്ടാഷ് ആൻഡ് സിൽക്ക സാൻഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇവർ. ഇതിനകത്ത് തന്നെ പല സെക്ഷനുകളാണ്. പല സെക്ഷനുകളിലും നമുക്കിവിടെ വർക്ക് ചെയ്യുന്നത് കാണാം. ആ ഫർണസിനകത്ത് വെച്ച ക്രിസ്റ്റൽ പഴിപ്പിച്ച് കൊണ്ടിരുന്നതാണ് കാണുന്നത്. അതിൻ്റെ കളർ കണ്ടോ, ഓറഞ്ച് കളറല്ലേ, ശരിക്കും ബ്രൈറ്റ് ഓറഞ്ച് കളറല്ലേ. അത് ആ മോൾഡ് അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്. ഇനി അത് ഊതി വീർപ്പിക്കുമായിരിക്കും അതിൻ്റെ ഷേപ്പ് അനുസരിച്ച്. ഈ സെക്ഷനിലെ വർക്കേഴ്സിനെ പറയുന്നത് മാസ്റ്റർ ബ്ലോവേഴ്സ് എന്നാണ് പറയുന്നത്. ഇവർ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. ഒരു 8 years എങ്കിലും ഇവിടെ വർക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് അത്രയും എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അങ്ങനത്തെ ആൾക്കാരെയാണ് ഇവിടെ ജോലിക്ക് വയ്ക്കുന്നത് ഇവർ. പണ്ട് കാലങ്ങളിൽ ഈ ഫർണസ് ചൂടാക്കാനായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നത് കോളും പിന്നെ ഗ്യാസൊക്കെയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കലാണ്. എന്നാലും ഫർണസിനടുത്ത് നിന്നിട്ട് ജോലി ചെയ്യാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ചൂടാണല്ലേ. ആ ചൂടിനകത്ത് നിന്നിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നത്. ചൂട് കുറഞ്ഞുകൊണ്ടായിരിക്കും വീണ്ടും അത് എടുത്തിട്ട് ഫർണസിനകത്തേക്ക് ചൂടാക്കാനായിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. ഇനി അത് പുറത്തേക്ക് എടുക്കുമായിരിക്കും. ഞാനിത് ബ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തേക്ക് എടുത്തിട്ട് എങ്ങനെയാണ് അവർ ബ്ലോ ചെയ്യുന്നതെന്ന് കാണാനായിട്ട്. ഈ ക്രിസ്റ്റൽ മേക്കിങ്ങിനകത്ത് ഓരോ സെക്ഷനിലും അതിൻ്റേതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും റീസൈക്ലിംഗ് ചെയ്യും അവർ. നേരത്തെ ഫർണസിനകത്ത് കൊണ്ടുവച്ച ആ ക്രിസ്റ്റലിൻ്റെ വീണ്ടും ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഊതുന്നതാണ് നമ്മൾ കാണുന്നത്. ഷേപ്പാക്കി എടുക്കുന്ന വർക്കാണ് കാണുന്നത് നമ്മൾ. നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതനുസരിച്ച് ഇവരുടെ ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വസ്തു ഉണ്ടല്ലോ, അതിൻ്റെ ഇന്നർ വാൾ തിക്നെസ് ഇവരുടെ ബ്രീത്തിൻ്റെ അനുസരിച്ചിരിക്കും. അവർക്ക് ബ്രീത്ത് ചെയ്യാനുള്ള സ്കില്ലിനനുസരിച്ചാണ് അതിൻ്റെ ഇന്നർ വാൾ തിക്നെസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പഴിപ്പിച്ച ക്രിസ്റ്റൽ അവർ ബ്ലോ ചെയ്യുന്നത് കണ്ടോ. ആ ബ്ലോ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അവരുടെ സ്കില്ല് എങ്ങനെയാണെന്നുള്ളത്. ആ സ്കില്ലിനനുസരിച്ചാണ് അതിൻ്റെ രൂപവും ഷേപ്പൊക്കെ മാറി വരിക. അദ്ദേഹം അത് ബ്ലോ ചെയ്ത് വീർപ്പിച്ച് മറ്റൊരാളുടെ അടുത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അത് വേറൊരു മോൾഡിൽ വെച്ചിട്ട് അത് വീണ്ടും അത് ഷേപ്പാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അത് തണുക്കുന്നതിനനുസരിച്ച് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് കണ്ടു. നേരത്തെ നമ്മളത് കണ്ടു, അത് നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിലായിരുന്നത്. അതിപ്പോൾ അതേ തണുത്ത് കഴിഞ്ഞപ്പോഴത് വീണ്ടും അത് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നു. ഈ
കാണുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് 2 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ അകത്ത് വർക്ക് നടക്കുന്നത്. ഇത് അനീലിംഗ് ആൻഡ് ക്വാളിറ്റി ഇൻസ്പെക്ഷനാണ് ഇതിനകത്ത് നടക്കുന്നത്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലോ ചെയ്ത് വരുന്ന ക്രിസ്റ്റൽ ഉണ്ടല്ലോ, അത് ഓവർനൈറ്റ് കൂളിങ്ങിനായിട്ട് വെക്കും. അത് പിന്നെ അത് റൂം ടെമ്പറേച്ചറിലേക്ക് വരും. അതിനുശേഷമാണ് അതിനകത്തൊരു ബ്ലോ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് റിമൂവ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു വൈൻ ഗ്ലാസിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി നമുക്ക് വേറെ സെക്ഷൻ ഉണ്ട്, ആ സെക്ഷനിലേക്ക് പോകാം. അതിൻ്റെ ഡിസൈനിങ്ങും മറ്റുള്ള സെക്ഷനൊക്കെ അപ്പുറത്തുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആ കട്ട് ചെയ്ത് വരുന്ന വൈൻ ഗ്ലാസിൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ ക്വാളിറ്റി ഇൻസ്പെക്ഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ വൈൻ ഗ്ലാസ് വീണ്ടും റീസൈക്ലിംഗ് ചെയ്യുക അവർ. ഇത് മാർക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് അവർ പറയുന്നത്. മാർക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ പലതരം ഡിസൈനുകൾ മാർക്ക് ചെയ്തെടുക്കുന്ന ഇതിനെയാണ് ഒരു മാർക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പുറത്തുനിന്നൊരു ക്രിസ്റ്റൽ കൊണ്ടുള്ള ഗ്ലാസ്സോ വൈൻ ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റുള്ള ബോളൊക്കെ കാണുമ്പോഴാകുമ്പോൾ നല്ല മാർക്കിങ്ങും ഡിസൈനുകളൊക്കെ കാണുന്നുണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അവർ മെഷീനിലേക്ക് വിടും. മെഷീനാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഗ്ലാസ്സുകൾ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മളവിടെ മാർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടില്ലേ, ആ മാർക്കിംഗ് അനുസരിച്ച് പാറ്റേൺ അനുസരിച്ചൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ട്രോഫി, ഒരു വൈൻ ഗ്ലാസ്സൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം. നമ്മൾ പുറത്തു നിന്നൊരു ക്രിസ്റ്റലിൻ്റെ എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ബോളൊക്കെ കാണുമ്പോൾ അതിൻ്റെ പുറത്ത് കാണുന്ന ആ കട്ടിങ്ങും ആ ഭംഗിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. നമ്മൾ നേരത്തെ പുറകിൽ കണ്ടല്ലോ, അദ്ദേഹം ഒരു വരയ്ക്കുന്നതും ആ ഓരോ പാറ്റേണുകൾ അനുസരിച്ചാണ് വരയ്ക്കുന്നത്. ആ പാറ്റേണുകൾ അനുസരിച്ചാണ് ഇത് വരച്ച് ഉണ്ടാക്കിയിട്ടാണ് അത് മെഷീനിലേക്ക് വെക്കുന്നത്. മെഷീനിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇത്തരം ഡിസൈനുകളൊക്കെ മെഷീൻ കൊത്തിയെടുക്കുന്നതാണത്. ഇതും ഡിസൈൻ സെക്ഷൻ തന്നെയാണ്. ഇവിടെ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുക്കുന്നതാണ് കാണുന്നത്. ഒരു മെഷീനിൽ വെച്ചിട്ട് അദ്ദേഹം സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഒരു ഡിസൈൻ കട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെ പല കട്ടിങ് സെക്ഷനുകളുണ്ട്, അതിലൊരു സെക്ഷനാണിത്. ഇവരറിയപ്പെടുന്നത് മാസ്റ്റർ ക്രാഫ്റ്റ്മാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഞാൻ ഒരാളോട് സംസാരിച്ച് നോക്കിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഒരാൾ വർക്ക് ചെയ്യുന്നത്, ഒരാൾ 20 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒത്തിരിയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇവർ. ഈ കാണുന്ന വീലുകൾ ഉപയോഗിച്ചാണ് നേരത്തെ കണ്ട ഡിസൈനുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഓട്ടോമാറ്റിക് കട്ടിംഗ് മെഷീൻ ഉണ്ടെന്ന്. ആ കട്ടിംഗ് മെഷീനാണിത്. അവിടെ വരച്ചു വരുന്ന പാറ്റേണുകളും ഡിസൈനുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ മെഷീനിലാണ്. ഇതിനൊരു പ്രത്യേക സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫ് ഈ മെഷീൻ സെറ്റ് ചെയ്ത് വയ്ക്കും. ആ പാറ്റേണുകളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ബട്ടണുകളൊക്കെ ഉണ്ട്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സോ അല്ലെങ്കിൽ ബോളോ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസൈൻ അനുസരിച്ച് ഇത് കട്ടായി വരും. ഈ മെഷീൻ്റെ കൺട്രോൾ പാനലാണ് ഈ കാണുന്നത്. ഈ മെഷീൻ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഈ മെഷീനിൽ നമ്മൾ കാണുന്നത് ഒരു ബോളാണ് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട മെഷീനിലിരുന്നത് ഒരു ഫ്ലവർ വൈസാന്ന് തോന്നുന്നു. ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് എങ്ങനെയാണ് ഇവർ എടുക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോട് കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബോളിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മെഷീൻ ഓഫായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റർ വരുമായിരിക്കും അതൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട്.
അദ്ദേഹം ആ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ ബോൾ എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ ബോൾ എടുത്ത് മാറ്റിയിട്ട് ഇനി വീണ്ടും പുതിയൊരു ബോൾ അതിലേക്ക് വെക്കുമായിരിക്കും. പ്ലെയിൻ ആയിട്ടുള്ള ബോൾ അതിലേക്ക് വെച്ചിട്ട് വീണ്ടും ഈ മെഷീനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് കട്ടിങ്ങായി വരുമായിരിക്കും. നമ്മൾ നിൽക്കുന്നതിൻ്റെ എതിർവശത്തായിട്ട് കാണാൻ കുറേയധികം ബോളുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ബോളുകളുണ്ട് കുറേയധികം. അതുകൂടാതെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബോളുകളുണ്ട്. ആ പ്ലെയിൻ ബോൾ എടുത്തിട്ടാണ് ഇപ്പോൾ അദ്ദേഹം മെഷീനിലേക്ക് വെക്കുന്നത്. ഇത് പോളിഷ് ചെയ്യുന്നൊരു മെഷീനാണ്. ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള നിർമ്മിതികളും പോളിഷ് ചെയ്തെടുക്കുന്ന ഈ മെഷീനിലാണ്. നമുക്ക് ഈ ടേബിളിൽ കാണാം ചെറിയ ക്രോസുകൾ, ചെറിയ ബോളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കുന്ന നിർമ്മിതികൾ ഈ ടേബിളിൽ നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്ന ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഉപകരണങ്ങളൊക്കെ അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ദിവസങ്ങളോളം ചിലപ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇത് എൻഗ്രേവിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എൻഗ്രേവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പാറ്റേണോ അല്ലെങ്കിൽ എന്തെങ്കിലും നെയിമോ ഒക്കെ വേണമെങ്കിൽ ഇവർ എൻഗ്രേവ് ചെയ്ത് തരും. അത് ഇവർ ഉപയോഗിക്കുന്നത് ഒരു കോപ്പർ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ടൂളാണ്. ആ ഉപയോഗിച്ചിട്ടാണ് അവരിത് എൻഗ്രേവ് ചെയ്യുന്നത്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു മാസ്റ്റർ എൻഗ്രേവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ 10 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. ഇവർ ആർട്ട് കോളേജിലൊക്കെ 2 വർഷം 3 വർഷത്തെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഇവർ വർക്കിങ്ങിനായിട്ട് എടുക്കുകയുള്ളൂ. ഈ ടേബിളിലിരിക്കുന്നതൊക്കെ ഇവരുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്, ഓർഡർ അനുസരിച്ച് ചെയ്തു വെച്ചിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിനകത്തോടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ തന്നെ കാണാം ഇതിനകത്തുള്ള വർക്കേഴ്സ് വളരെയധികം സൂക്ഷ്മതയോടും ക്ഷമയോടൊക്കെ കൂടെ തന്നെയാണ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് വർക്ക് ചെയ്യണമെങ്കിൽ വളരെയധികം ക്ഷമ വേണം. നമ്മുടെ സ്വീകരണ മുറികളിലും നമ്മുടെ അകത്തളങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ കൊണ്ടുള്ള കാഴ്ചവസ്തുക്കളും അല്ലെങ്കിൽ ക്രിസ്റ്റൽ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വൈൻ ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ ബോളുകളോ അങ്ങനെയുള്ളതൊക്കെ ഇവരെത്ര എഫർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്തിട്ടാണ് ആ ഗ്ലാസ്സുകളും അല്ലെങ്കിൽ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നതെന്നാണ് ഈ ഫാക്ടറി കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഫാക്ടറിയുടെ ഉള്ളിലെ കാഴ്ചകൾ ഓൾമോസ്റ്റ് അവസാനിച്ചെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് പുറത്ത്, അതിലേക്ക് പോകാം. ഈ കാണുന്നതാണ് വാട്ടർഫോർഡ് ക്രിസ്റ്റൽ ഫാക്ടറി ഔട്ട്ലെറ്റ്. ഇതിനകത്ത് ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പല മോഡലുകളും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് വാങ്ങിക്കാം. വളരെയധികം എക്സ്പെൻസീവാണ്. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഞങ്ങളിവിടെ നോക്കി ഒരു വൈൻ ഗ്ലാസ്സിന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 65 യൂറോ മുതൽ 75 യൂറോ വരെയൊക്കെയാണ് ഒരു വൈൻ ഗ്ലാസ്സിനാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സെറ്റ് വൈൻ ഗ്ലാസ്സൊക്കെ മേടിക്കണമെങ്കിൽ എത്ര യൂറോ വരുന്നത് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. ഇത്രയൊക്കെ വിലയാണെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഈ വാട്ടർഫോർഡ് ക്രിസ്റ്റലിൽ നിന്നുള്ള ഉപകരണങ്ങൾ പല കളക്ഷനുകളും അവർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം വാട്ടർഫോർഡ് ക്രിസ്റ്റൽ എന്തായാലും വേൾഡ് ഫേമസ് ആയി മാറാൻ കാരണം. എന്തായാലും വാട്ടർഫോർഡ് ക്രിസ്റ്റൽ ഫാക്ടറിയുടെയും ഔട്ട്ലെറ്റിൻ്റെയും ഒക്കെ കാഴ്ചകൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ വാട്ടർഫോർഡ് ക്രിസ്റ്റലിൻ്റെ കാഴ്ചകളോട് അവസാനം ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട്. താങ്ക് യു.